ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റവ ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. വലിയ തരികളോട് കൂടിയിട്ടുള്ള റവയോ അല്ലെങ്കിൽ ചെറിയ തരികളോട് കൂടിയ റവയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. തീരെ ചെറിയ തരികളോട് കൂടിയ റവ ഉണ്ടല്ലോ, ഇപ്പോൾ ചിറുട്ടി എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഈ പാനിപൂരിയുടെ ഗോൾ ഗപ്പി ഉണ്ടാക്കിയില്ലേ, ആ ഒരു റവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ റോസ്റ്റ് ചെയ്ത റവയാണെങ്കിലും കുഴപ്പമില്ല, റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ചെറിയ തരികളോട് കൂടെ പൊടിച്ചെടുക്കാം, നല്ല ഫൈനാക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഈ ഒരു രീതിയിൽ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എത്ര അളവ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് തന്നെ എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്നാക്കിൽ നമ്മൾ റവയും പിന്നെ സീസണിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും മാത്രം തന്നെ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. വേറെ ഗോതമ്പ് പൊടിയോ മൈദയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ 1 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ചതച്ച മുളക് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ആദ്യം തന്നെ കൈവച്ച് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാവിടെയും ഒന്ന് ആയിട്ട് തന്നെ വന്നോട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. റവ ആയതുകൊണ്ട് തന്നെ ഇത് വെള്ളം നന്നായിട്ട് തന്നെ അബ്സോർബ് ചെയ്യേണ്ട. നമ്മൾ മൈദയോ ഗോതമ്പ് പൊടിയോ കുഴച്ചെടുക്കുന്നത് പോലെ ആയിരിക്കില്ല. റവ ആയതുകൊണ്ട് തന്നെ തരികളും ഉണ്ടല്ലോ. ഇതുപോലെ വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കണ്ടോ, വെള്ളം കുറച്ച് വേണം, ഒരു മീഡിയം സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് സോഫ്റ്റും ആക്കണ്ട, ഒരുപാട് ഹാർഡും ആക്കണ്ട കേട്ടോ. ഒരുപാട് ഹാർഡാക്കി കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ പരത്തിയെടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. കണ്ടോ, കുറച്ചും കൂടി വെള്ളം വേണം. നല്ല ഡ്രൈ ആയിട്ടാണ് ഇതിപ്പോൾ ഇരിക്കണത്. കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒഴിക്കുമ്പോൾ വെള്ളം കുറച്ച് നിങ്ങൾക്ക് കൂടുതൽ ഒഴിക്കുക കേട്ടോ. പിന്നെ അത് കുഴച്ച് വരുമ്പോൾ റവ വെള്ളം നന്നായിട്ട് തന്നെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അത് ഹാർഡായിട്ടുള്ളൊരു രീതിയിലേക്ക് തന്നെ മാറും കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കണത്. കുഴയ്ക്കും തോറും ആ ഒരു കൺസിസ്റ്റൻസി മാറി വരും റവ ആയതുകൊണ്ട് തന്നെ. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുറച്ച് സമയം ഒന്ന് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതെ ഇതുപോലെ ഒന്ന് കാഴ്ചയെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും ആ ഒരു റവ വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് റവ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കിത് ഒന്നും കൂടെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോഴായിരിക്കും അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വരുള്ളൂ. ഇതിപ്പോൾ കണ്ടോ, കുഴച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ക്രാക്സൊക്കെ വീണ് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടി വീണുണ്ട്. അത് വെള്ളത്തിൻ്റെ ഒരു കുറവ് കാരണം കേട്ടോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ കാണുമ്പോൾ വെള്ളം നമുക്ക് കുറച്ച് കൂടുതലൊക്കെ തോന്നും, പക്ഷെ അത് കുഴച്ച് വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാറും കേട്ടോ. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അങ്ങനെ ഓയിലൊന്നും അബ്സോർബ് ചെയ്യില്ല ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്ക് ആട്ടോ. ഒരുപാട് സമയമോ കാര്യങ്ങളൊന്നും എടുക്കില്ല. ഇതുപോലെ ഒരു 5 മിനിറ്റ് ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും അതൊന്ന് ഡ്രൈ ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ആ ഒരു വെള്ളമൊക്കെ റവ നന്നായിട്ട് തന്നെ അബ്സോർബ് ചെയ്തു. ആ ഒരു ഡൗ സോഫ്റ്റ് ആയിട്ട് തന്നെ മാറി. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. ഒരുപാട് കട്ടിയായിട്ടല്ല പരത്തിയെടുക്കേണ്ടത്. പിന്നെ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് പരത്തിയെടുക്കുമ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് വെള്ളം കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ റവ ആയതുകൊണ്ട് തന്നെ പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടിയിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതായത് ഒരു ഷീറ്റായിട്ട് തന്നെയാണ് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ തന്നെ ഇട്ടിട്ടാണ് പരത്തിയെടുക്കണത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതാകുമ്പോൾ ഒന്നും കൂടിയും എളുപ്പമാണല്ലോ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ വശങ്ങൾ ഇതുപോലെ ക്രാക്സൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് ഇനി കട്ട് ചെയ്തൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാനും ഒക്കെ തന്നെ പറ്റും.
ഇത് ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്താ പറയുക, നന്നായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ മാക്സിമം ഞാൻ തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു കുക്കി കട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള കുക്കി കട്ടർ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും കത്തി വെച്ചിട്ടാണെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രമേ ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ മറ്റോണാണെങ്കിലും ഒന്നും കൂടി ഈസിയാണ്. കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ പിസ്സ കട്ടർ വെച്ചിട്ടോ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇപ്പോൾ ട്രയാങ്കിൾ അതായത് ഇപ്പോൾ നമുക്കിഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ ഒന്നും കൂടി കാണാനും അങ്ങനെയൊക്കെ ഒന്നും കൂടി നല്ലതായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് കുട്ടികൾക്കും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടും, ഒരു ഷേപ്പിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണ ഒരു സമയത്ത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാനൊന്ന് എടുക്കുന്നുണ്ട്. നമ്മൾ ഈ കുക്കി കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ അത് ആ ഒരു കുക്കി കട്ടറിൽ ഇങ്ങനെ പോരും. അപ്പോൾ ആ ഒരു സമയത്ത് വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ എല്ലാം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അവസാനം ആ ഒരു എന്താ പറയുക, ഈ ഹാർട്ട് ഷേപ്പ് അല്ലാതെ ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ അതങ്ങോട്ട് മുകളിലോട്ട് പൊക്കുന്ന സമയത്ത് പിന്നെ നമുക്കിത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. പിന്നെ വീണ്ടും ആ ഒരു ഭാഗങ്ങൾ വീണ്ടും ഒന്നും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ വീണ്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് വേസ്റ്റ് ആയിട്ട് പോണ ആ ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, നന്നായിട്ട് തന്നെ വരും ചെയ്യും. കണ്ടോ, ഈ ഒരു രീതിയിൽ എല്ലാം തന്നെ റെഡിയാക്കി വയ്ക്കുക. എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഫ്രൈ ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബാച്ച് ഫ്രൈ ചെയ്യാൻ ഇടുന്ന ഒരു സമയത്ത് നമുക്കിത് ചെയ്തെടുക്കാവുന്നതൊക്കെ ഉള്ളൂ. ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ടോ ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. കണ്ടോ, ഇതുപോലെ എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഒക്കെ അങ്ങനെയൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നത് തന്നെയല്ലേ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് മുകളിൽ ഇട്ട് കൊടുത്താലും അങ്ങനെ ഒട്ടിപ്പിടിക്കണോ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇതൊന്ന് ഇരിക്കുമ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് വരുമല്ലോ. പിന്നെ അവസാനമുള്ളത് ഞാനത് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലായിരുന്നു കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായത്. പിന്നെ വേറൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് മാഗിയുടെ മസാലയാണ് കേട്ടോ, അതായത് മാഗിയുടെ ടേസ്റ്റ് മേക്കറില്ലേ അതിൻ്റെ ഒരു പാക്കറ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഇത് ഇറ്റാലിയൻ സീസണിങ് ആണ്, അതായത് ഒറിഗാനോ ബേസിൽ ഫ്ലേക്സ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും ഈ ഒരു സ്നാക്കിന്. പിന്നെ ഞാൻ നേരത്തെ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഈ ഹാർട്ട് ഷേപ്പ് സ്നാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ശരിക്കും ഡീപ്പ് ഫ്രൈ ചെയ്ത് തന്നെയാണ് നമ്മളിത് എടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊരു ഒന്ന് കളറ് മാറിയിട്ട് വരണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. ഈ ഒരു രീതിയിൽ 3-4 ബാച്ചൊക്കെ ആയിട്ട് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ആ ഒരു മസാല പൗഡർ ഇട്ടിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഡിപ്പിൻ്റെ കൂടെ അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെങ്കിലും ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ നിന്ന് റെഡി ആവട്ടെ. അപ്പോൾ നമ്മളിത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മസാല പൗഡർ ഉണ്ടല്ലോ, അതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്തിട്ട് ആ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ഹാർട്ട് ഷേപ്പ് സ്നാക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചൂടോടുകൂടി തന്നെ മിക്സ് ചെയ്താലാണ് അത് കറക്റ്റായിട്ട് അതിൽ പിടിച്ച് വരിക കേട്ടോ. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്കായിട്ട് തന്നെ മാറും ഈ ഒരു മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഇതേ ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ആയിട്ടൊന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കോരി മാറ്റാം. എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു 4-5 ദിവസം വരെ ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും, ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ. ഈ ഒരു മസാലപ്പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ടാണ് 4-5 ദിവസം വരെ. അല്ലാതെ ഈ ഒരു സ്നാക്ക് ഇടുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 1 മാസമൊക്കെ വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ.
അപ്പോൾ ഞാനൊരു എയർ ടൈറ്റ് ജാറിൽ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇട്ട് വയ്ക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്ക് ഐറ്റം തന്നെയായിരിക്കും ഇത്. നിങ്ങളിതുവരെ ഇങ്ങനെ റവ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ മയണൈസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അത് ഈ അവസാനം ഉണ്ടായിരുന്നത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം, ഇങ്ങനെയാണെങ്കിലും ഒന്നും കൂടി ഈസിയാണ് കേട്ടോ. ആ ഒരു ഷേപ്പിലേക്ക് എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.